ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മുടെ മോഡിൻ്റെ ക്യാബിൻ വ്യൂ റിവീൽ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ആരും നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം മാത്രമേ ഇന്ന് പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ ഫ്രെയിമിൽ നിന്ന് തുടങ്ങാം. അപ്പം ദൈവത്തിൻ്റെ ഫ്രെയിമൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് ചുറ്റും LED ബൾബൊക്കെ വെക്കണമെന്ന് കുറേ പേര് കമൻറ്റ് കണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് റെഡിയാക്കാം. വണ്ടിയുടെ ഫുൾ ലൈറ്റ് ടെസ്റ്റ് വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കതങ്ങ് റെഡിയാക്കി എടുക്കാം. പിന്നീട് ഒരു കുരിശുമാല നമ്മൾ വെച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ കൊന്തമാല. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റുമൊക്കെ അത്യാവശ്യം നല്ല സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മേജറായിട്ട് പറയുന്നത്. അതുകൂടാതെ നമ്മൾ ലവ് എന്ന് എഴുതിയിട്ടുള്ളൊരു മാലയെന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു ഹാങ്ങിങ് ഐറ്റമാണ്. അതും റെഡിയാക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മുടെ ട്രാവൽ മേറ്റിൻ്റെ വണ്ടിയിലൊക്കെ പണ്ട് കിടന്നുകൊണ്ടിരുന്ന സാധനം, അതൊന്ന് സെറ്റാക്കി നോക്കിയത്. അത്രയ്ക്കങ്ങ് റെഡിയായില്ല, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അതങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇമോജീസ് നടുക്കായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ മേളിൽ ഈ അല്ലാത്ത കുറച്ച് ഫ്ലാഗൊക്കെ ഇല്ലേ, നമ്മൾ പണ്ട് ETS2 അതൊക്കെ കണ്ടുവരുന്ന കുറച്ച് ഫ്ലാഗ്, അതും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ BS4 ക്യാബിനാണ് വരുന്നത്. ക്യാബിനൊക്കെ അത്യാവശ്യം ഡാഷ്ബോർഡൊക്കെ അത്യാവശ്യം ബേക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റിയറിങ് ബേക്ക് ചെയ്ത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ഗിയർ നോബാണ്. ഗിയർ നോബ് കണ്ടാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ മ്യൂഗൻ്റെ ഗിയർ നോബാണ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇതുവരെ ഞാൻ ബസ്സിനകത്ത് വേറൊരു മോഡിലും ഞാൻ ഗിയർ നോബ് മാറ്റി ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഇൻബിൽഡായിട്ട് ബസ്സിനകത്ത് വരുന്ന ആ ഗിയറിനകത്ത് തന്നെ അതേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, വേറെ എവിടെയെങ്കിലും മോഡ് കാണും, ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് കൺസോൾ, അതായത് മീറ്റർ കൺസോളിൽ അങ്ങോട്ട് കിടക്കുകയാണെങ്കിലും അതിൻ്റെ സൂചി, അതായത് മീറ്റർ സൂചി നമുക്ക് വർക്കിംഗ് ആക്കാം. ഓക്കെ, അത് സീനൊന്നുമില്ല. അത് മോഡ് ഫൈനൽ റിലീസിന് മുമ്പ് അത് വർക്കിംഗ് ചെയ്ത് തന്നേക്കാം. RPM മീറ്ററും അതുപോലെ തന്നെ നമ്മുടെ സ്പീഡോ മീറ്ററും അതൊക്കെ ഫുള്ള് വർക്കിംഗ് ആക്കാം. പിന്നെ GPS അത്യാവശ്യം നമുക്ക് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ, കിട്ടുന്ന പൊസിഷൻ തന്നെയാണ് GPS വെച്ചേക്കുന്നത്. പിന്നെന്തുവാ പറയാനുള്ളത്? പിന്നെ ഡാഷ്ബോർഡ് നമ്മളൊരു പൂച്ചട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഏത് പൂവാതോ ഏത് ചെടിയാതോ എന്ന് എനിക്കറിയത്തില്ല, ചുമ്മാ ടെക്സ്ചർ അടിച്ചതാണ്. അപ്പം പിന്നെ ആ ചട്ടി ഉണ്ടാക്കി അതിനകത്ത് മണ്ണിൻ്റെ സോയിലിൻ്റെ കുറച്ച് ടെക്സ്ചർ ഇട്ട് അങ്ങനെ റെഡിയാക്കിയതാണ്. പിന്നെ നമ്മളിത് ഒത്തിരി അലമ്പാക്കിയിട്ടല്ലോ, കാരണം ഇത് ടൂറിസ്റ്റ് ബസ് അല്ലല്ലോ, പ്രൈവറ്റ് ബസ് അല്ലേ. അപ്പം ഒത്തിരി ഹാങ്ങിങ്സ് കൊടുത്ത് അങ്ങ് വൃത്തികേടാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് വേറെ കുറച്ച് ഹാങ്ങിങ്സ് ആഡാക്കണം, പിന്നെ ഇപ്പോൾ ഉള്ള മാറ്റി അതിന് പകരം വേറെ നല്ല വെക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താരെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ എനിക്ക് DM അയക്കുക, അതാകുമ്പം എനിക്ക് കുറച്ചുകൂടെ സെറ്റാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. പിന്നെ കുറേ പേര് കമൻറ്റ് കണ്ട് ഇത് ഫ്രീ മോഡാണോ പെയ്ഡ് മോഡാണോ എന്നൊക്കെ. നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ മോഡും പക്ക ഫ്രീ മോഡ് തന്നെയായിരിക്കും. പിന്നെ എന്തെങ്കിലും സബ് കൗണ്ടോ റിലീസ് കൗണ്ടോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഈ മോഡിൻ്റെ വർക്ക് കഴിയുന്നതനുസരിച്ച് ഞാൻ റിലീസ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ക്യാബിനകത്ത് വരുത്തിയിട്ടുള്ള വ്യത്യാസങ്ങൾ. പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ നടുക്ക് മറ്റേ ഫ്ലാഗിൻ്റെ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ പെർഫെക്ഷനായി ഈ ക്യാബിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ സെൻസിറ്റിവിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നിങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ഇനി വലിച്ച് നീട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മറക്കില്ലേ, നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴെ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾ അതിനകത്ത് എനിക്ക് DM അയച്ചാൽ മതി. ഓക്കെ, പിന്നെ 2 വേരിയൻ്റായിട്ട് റിലീസാക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത്, അതായത് അത്യാവശ്യം മോഡിഫൈഡും പിന്നെ എന്നായിരുന്നു സ്റ്റോക്ക് വേരിയൻറ്റും. അവിടെ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് ഏതായാലും അത്രേ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.